എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ ആൻഡ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾ അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൻ്റെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ ജൂൺ മാസം 18 പബ്ലിഷ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ ആൻഡ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞു, സാർ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സന്തോഷം. പക്ഷേ കുറേ വിദ്യാർത്ഥികൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ അല്ല കിട്ടിയത്, കുറേ വിദ്യാർത്ഥികൾക്ക് കിട്ടിയില്ല. ഓക്കെ, വാട്ട് എവർ, കിട്ടിയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണമെന്നുള്ളത് ഓർത്തിരിക്കുക. അതായത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടമുള്ള കോളേജ് ആയിരിക്കാം, ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരിക്കാം, ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം. എന്നാൽ പോലും നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിലും സംതൃപ്തരല്ലെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണമെന്നത് നിർബന്ധമാണ്. അത് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിക്ക് 990 രൂപയാണ്. 990 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീ ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി അടയ്ക്കേണ്ടത്. എന്നാൽ SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ റിസർവേഷൻ ഉണ്ട്. 925 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 20 ഓപ്ഷൻ വരെ അലോട്ട്മെൻറ്റായി നൽകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിലും ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചതെങ്കിൽ 20 ഓപ്ഷനുകളിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചാലും അതുപോലെ തന്നെ 20ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചാലും യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ അടയ്ക്കണമെന്നുള്ളത് നിർബന്ധമാണ്, കമ്പൽസറി ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 20ാമത്തെ ഓപ്ഷനിൽ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു. 20ാമത്തെ ഓപ്ഷനിൽ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ബാക്കിയുള്ള 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ ലഭിച്ച 5ാമത്തെ ഓപ്ഷനും പിന്നെ 4, 3, 2, 1 ഓപ്ഷനുകളുമാണ് അവിടെ നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ച അതിൽ നിങ്ങൾ സംതൃപ്തരാണ്, നിങ്ങൾക്ക് തൃപ്തിയുണ്ട്, എനിക്ക് 5ാമത്തെ ഓപ്ഷൻ മതി, ഇനി വേറൊരു ഓപ്ഷൻ വേണ്ട. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യൂണിവേഴ്സിറ്റി ഫീക്ക് പുറമെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീക്ക് പുറമെ അഡീഷണൽ ഫീ അടച്ചിട്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണം. എന്നാൽ അതേപോലെ മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എന്നാൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കോളേജാണ്, ഒട്ടും ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള 4 ഏതെങ്കിലും ഒന്നുമാണ് വേണ്ടത്. 4, 3, 2, 1 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? അഡീഷണൽ ഫീ അടയ്ക്കണം. അങ്ങനെയുള്ള കൂട്ടിനും എന്ത് ചെയ്യണം? ഈ യൂണിവേഴ്സിറ്റി ഫീക്ക് പുറമെ അഡീഷണൽ ഫീ അടയ്ക്കുകയും ശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ആക്റ്റീവ് ആക്കി വെക്കുകയും ചെയ്യണം. യൂണിവേഴ്സിറ്റി ഫീക്ക് പുറമെ അഡീഷണൽ ഫീസ് അടയ്ക്കുകയും ശേഷം ഹയർ ഓപ്ഷൻസുകൾ ആക്റ്റീവാക്കി വെക്കുകയും ചെയ്യണമെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അപ്പോൾ ഇനി ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ഒന്നും ലഭിക്കാത്തവർ, ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നു, പല വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ കറണ്ട് അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ടഡ് എനി കോളേജസ്, എവിടെയും അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ ഒന്നും ചെയ്യേണ്ട, ഒരു ഫീസും അടയ്ക്കേണ്ട, വെയിറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ജൂൺ മാസം 23 പ്രസിദ്ധീകരിക്കാൻ പോകുന്ന 2ാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിലും സീറ്റ് ലഭിച്ചില്ല, നിങ്ങൾ 20 ഓപ്ഷൻ ആയിക്കോട്ടെ, 20 ഓപ്ഷനുകളിൽ എത്ര എണ്ണം നിങ്ങൾ പരമാവധി 20 എണ്ണം കൊടുക്കാം. നിങ്ങൾ ചിലപ്പോൾ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടാകും? 5 കൊടുത്തിട്ട് പരമാവധി 20 ഓപ്ഷൻ കൊടുക്കാം. നിങ്ങൾ 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകാം, 15 എണ്ണം കൊടുത്തിട്ടുണ്ട്, 5 ഉണ്ടാകാം, എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ഒരു കോളേജിലും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കൊടുത്ത ഓരോ ഓപ്ഷനും അലോട്ട്മെൻറ്റായി നിങ്ങൾക്ക് ലഭിച്ചില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ ഫീസും അടയ്ക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ജൂൺ മാസം 23-ാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഫീസ് അടയ്ക്കണം എന്നുള്ളത്. വേണ്ട, അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഒന്നും ചെയ്യേണ്ട.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ് ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.